തുമ്പത്ത് പടച്ച തമ്പുരാൻ കയ്യൊപ്പ് ചാർത്തിയ ശൈഖുന ശംസുൽ ഉലമയുടെ ആശീർവാദം ഏറ്റുവാങ്ങാൻ സൗഭാഗ്യം ലഭിച്ച സമസ്തയുടെ സ്വന്തം പ്രഭാഷകൻ, സുന്നി യുവതയുടെ ആശയും ആവേശവുമായ വിഗതികരുടെയും വിദഗ്ധക്കാരുടെയും കള്ളത്തൊരീക്കത്തുകാരുടെയും പേടി സ്വപ്നം ഗ്രാൻഡ് ഫിനാലയുടെ സുഹൃത സാന്നിധ്യങ്ങളായ പുരുഷാരം കാതോർത്തിരിക്കുന്ന അനുഗ്രഹീത ശബ്ദത്തിന്റെ ഉടമ ബഹുമാന്യനായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്ന ഹാദാ സിറാതീ മുസ്തഖീമാ فاتبعوه ولا تتبعوا السبل فتفرق بكم عن ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العلي العظيم. സ്നേഹധന്യരായ നമ്മുടെ വേദിയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും വിശിഷ്യ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെയും പ്രഗൽഭരും പ്രതിഭാസമ്പന്നനുമായ നേതാക്കളെ, പണ്ഡിതന്മാരെ, വളരെയേറെ വൈകിയും അച്ചടക്കത്തോടെയും അനുസരണയോടെയും സമർക്കന്തിൽ ഒരു പുതിയ ചരിത്രം തീർത്തുകൊണ്ട് സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട പ്രാസ്ഥാനിക പ്രവർത്തകരെ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വലിയ സമ്മേളനം ഇതുപോലെ ചരിത്ര സംഭവമാക്കുന്നതിന് വേണ്ടി നാളുകളായി കഠിനാധ്വാനം ചെയ്തവരും സംഭാവനകൾ നൽകിയവരും സാധാരണ ജോലിക്കാരെ പോലെ ഈ ഗ്രൗണ്ടിലും പരിസര പ്രദേശത്തും കഠിനാധ്വാനം ചെയ്ത വളണ്ടിയർമാരടക്കമുള്ള ഒട്ടനവധി പ്രവർത്തകരുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമാണ്. പടച്ചറബ് അർഹതപ്പെട്ട പ്രതിഫലം എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഞാൻ അധികമായി ദീർഘിപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ ഈ സമ്മേളനം പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് സമയം വൈകിയിട്ടുണ്ടെന്ന് മാത്രമല്ല, കേരളത്തിന്റെ സമ്മേളന ചരിത്രത്തിൽ സമർക്കന്ത് എന്നും ഉല്ലേഖനം ചെയ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു മഹാചരിത്ര സംഭവമാക്കി നമ്മുടെ പ്രവർത്തകർ ഇതിനെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയപ്രചരണ പ്രബോധന രംഗത്ത് കേരളത്തിൽ ഒരു വലിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന സത്യം എതിരാളികൾ പോലും മനസ്സിലാക്കി കഴിഞ്ഞ ഒരു സാഹചര്യമാണ് സമർക്കന്തിലുള്ളത്. ഒരു കാര്യവും കൂടി നമ്മളിതിൽ തുന്നിച്ചേർത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വിദ്യാർത്ഥി സംഘടനക്ക് പോലും ഒരു സമ്മേളനം നടത്താൻ മാത്രം വിശാലതയുള്ള പ്രദേശം നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള ഒരു വലിയ ജനസാഗരമാണ് നമ്മുടെ പ്രവർത്തകർ ഇവിടെ തീർത്തിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ ഈ സംഘടനയുടെ പ്രവിയെക്കുറിച്ച്. ഞാൻ ആദർശ രംഗത്തേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദും ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈസിയും വളരെ മനോഹരമായി ആ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. കേരളക്കരയിൽ 25 വർഷക്കാലമായി ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുമ്പോൾ ആ 25 വർഷത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും ഒരു വിഭാഗം മാറ്റി നിർത്തപ്പെട്ടത് 1989 തന്നെയാണ്. ആ 1989 തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് താങ്ങും തണലുമായി ഇവിടെ മഹാന്മാരായ ഗുരുവര്യന്മാരെ എതിർക്കാൻ ഒരു വിഭാഗം മുന്നോട്ട് വന്നപ്പോൾ ആ മഹത്തുക്കളായ പണ്ഡിതന്മാർക്ക് എല്ലാവിധത്തിലുള്ള താങ്ങും തണലും സംരക്ഷണവുമായി നിലകൊണ്ട ഈ പ്രസ്ഥാനം പിറവിയെടുത്തത്. അന്ന് മുതൽ ആ മഹത്തുക്കളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ ഒപ്പമുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളെ ഇവിടെ എത്തിച്ചതും നമ്മളെ വളർത്തിയതും മുഴുവൻ നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ നമ്മോട് കാണിച്ച സ്നേഹമസന്നമായ പെരുമാറ്റമാണെന്നറിയണം. 1973 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് താങ്ങും തണലുമായി മഹാന്മാർ വളർന്നു വന്ന പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ വെച്ച് ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോൾ അതിന്റെ തലപ്പത്തുണ്ടായിരുന്നത്, അതിന്റെ പ്രസിഡന്റ് പദം അലങ്കരിച്ചിരുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. ആ ബഹുമാനപ്പെട്ട തങ്ങൾ 1979 നവംബർ മാസം 6-ാം തീയതി അതിന്റെ പ്രസിഡന്റ് സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴും അദ്ദേഹം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകനായിരുന്നു. തുടർന്നും അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിലൂടെയാണ് സമൂഹത്തിന് മാതൃക കാണിച്ചത്. ആ പാണക്കാട്ട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഏതൊരു പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോന്നോ
ആ പ്രസ്ഥാനത്തെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള സമ്മേളനമാണ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്താൻ നമുക്ക് കഴിഞ്ഞത് എന്നതുകൂടി നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു കാര്യമാണ്. അതേ പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ പ്രസ്ഥാനം പിന്നീട് വളർന്ന് പന്തലിച്ച് തഴച്ചു വളർന്ന് മുന്നോട്ട് വന്ന് ഇന്നിതാ വിശുദ്ധ ദീനുൽ ഇസ്ലാമത്തിൽ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന പ്രദേശം ഈ ജില്ലയിലാണ്. ആ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഇസ്ലാമിന്റെ പ്രഭവം ഇവിടെ ആരംഭിച്ചത് എന്നതിനെ കുറിച്ച് ഉണ്ടായത് എന്നതിനെ കുറിച്ച് പലർക്കും അറിയാം. ആ കൊടുങ്ങല്ലൂരിൽ അത് സ്ഥിതി ചെയ്യുന്ന തൃശൂർ ജില്ലയിൽ തന്നെ ഇത്ര മനോഹരമായ ഒരു സമർക്കന്ത് തീർത്തുകൊണ്ട് മറ്റൊരു ചരിത്രം സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ഈ സമർക്കന്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് നമ്മൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം പോലെ തന്നെ നീതിയുടെ ഒരു പെരുമാറ്റമാണ്. നീതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു സമൂഹത്തിന്റെ ഉദാഹരണമാണ് സമർക്കന്ത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹം വിജയിച്ചെടുത്ത ഒരു പ്രദേശം, ആ പ്രദേശത്ത് ഇസ്ലാമിന്റെ പടയാളി ചെയ്ത പ്രവർത്തനം ശരിയായില്ല എന്ന് അക്കാലഘട്ടത്തിൽ അവിടുത്തെ ജനസമൂഹം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പരാതിപ്പെട്ടപ്പോൾ അദ്ദേഹം ആളുകളെ വിളിച്ചുകൂട്ടി വിചാരണ ചെയ്യുന്നതിന് വേണ്ടി ഒരു ജഡ്ജിയെ നിയമിച്ചു കൊടുക്കുകയും ആ ജഡ്ജിയുടെ അന്വേഷണത്തിൽ മുസ്ലിം സമുദായം മുഴുവൻ ഈ പ്രദേശം വിട്ടൊടിഞ്ഞ് പോകണം, അവർ കടന്നു വന്ന രീതി ശരിയായില്ല, ആ ഖുതൈബത്ത് ഇബ്നു മുഹമ്മദ് അൽ ബാഖിലി എന്ന് മുസ്ലിം അൽ ബാഖിലി എന്ന് പറയുന്ന ഖുതൈബ ചെയ്ത പ്രവർത്തനം ശരിയായില്ല, ഇസ്ലാമിന്റെ പടനായകൻ ഈ പട്ടണ പ്രവേശം നടത്തിയത് ശരിയായ രീതിയിലല്ല എന്ന മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ നമ്മുടെ ജഡ്ജി തന്നെ വിധിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ അവിടുന്ന് പുറത്തു പോകാൻ നിർബന്ധിച്ചപ്പോ ആ പ്രദേശത്തുള്ള ആ മുസ്ലിങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്ന സർവ്വമതസ്ഥർ പോലും ഈ മഹാനായ ജഡ്ജിയുടെ വിധിയിൽ അത്ഭുതം കൂടിക്കൊണ്ട് പറഞ്ഞു, മുസ്ലിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, ഇസ്ലാമിന്റെ ഭരണം ഇവിടെ വേണം. നീതി കൊണ്ട് ഇസ്ലാമിനെ തിരിച്ചു വിളിച്ച ഒരു പ്രദേശമാണ് സമർക്കന്ത്. ആ സമർക്കന്താണ് ഇവിടെ തീർത്തിരിക്കുന്നത്. ആ സമർക്കന്തിൽ നമ്മുടെ പ്രവർത്തകർ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ അച്ചടക്കവും ഈ അനുസരണയും കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ തന്റെ പ്രഭാഷണത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യം ഞാൻ അത്ഭുതപ്പെടുന്നു. കാരണം ഈ അച്ചടക്കം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ അച്ചടക്കമാണ് നമ്മളെ വളർത്തിയത്, ഈ അച്ചടക്കമാണ് SSF ഇല്ലാതെ പോയത്, ഈ അച്ചടക്കമാണ് വിഘടിത വിഭാഗത്തിനില്ലാതെ പോയത്. മഹാന്മാരായ നേതാക്കളോടുള്ള അനുസരണയാണ് ഈ അച്ചടക്കം, പൂർവീകരായ മഹത്തുക്കളോടുള്ള ആ കടപ്പാടാണ് ഈ അച്ചടക്കം. ഇതാണ് കേരളത്തിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ വളർത്തിക്കൊണ്ടുവന്ന മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം എന്ന് പറയുന്ന മതവിധിയേക്കാൾ പ്രധാനമാണ് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അദബുകൾ പാലിക്കൽ എന്ന ആ പാഠം. അതാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. 25 വർഷക്കാലത്തെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ മധ്യത്തിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ മുഴുവൻ സാർത്ഥകമാക്കുവാൻ സാധിച്ചു എന്നതാണ് വളരെയധികം സന്തോഷത്തോടു കൂടി സമർക്കന്തിൽ നമുക്ക് അനുസ്മരിക്കുവാനുള്ളത്. ഈ സംഘത്തിന്റെ ഒന്നാമത്തെ മുദ്രാവാക്യമാകുന്ന വിജ്ഞാനം, ആ വിജ്ഞാന വീതിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആ സംഘടന ചെയ്തത്, നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇന്നും ട്രെൻഡും അതുപോലെ തന്നെ കരിയർ ഗൈഡൻസിന് വേണ്ട സംവിധാനങ്ങളും സ്റ്റെപ്പും അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമും പോരെങ്കിൽ തൊലഭാവിങ്ങിലൂടെ ഭൗതിക വിദ്യാർത്ഥികളെ പോലെ തന്നെ മതവിദ്യാർത്ഥികൾക്ക് ഉയർച്ചയുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ പണിത് കൊടുത്തുകൊണ്ട് അവരെ സേവന സജ്ജരാക്കി മുന്നോട്ട് കൊണ്ടുവരുന്ന മഹത്തായ പ്രവർത്തനം. വിജ്ഞാനം എന്ന് പറയുന്ന മുദ്രാവാക്യം 100% അന്വർത്ഥമാക്കുന്ന തരത്തിൽ മതരംഗത്തും ഭൗതിക രംഗത്തും നമ്മുടെ ഈ സംഘടന കാഴ്ചവെച്ചത് തുല്യതയില്ലാത്ത പ്രവർത്തനമാണെന്ന് എതിരാളികൾ പോലും വളരെ മനോഹരമായി അനുസ്മരിക്കുന്നു, എഴുതുന്നു. SKSSF-നെ അവർ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ വിനയം, അതാണല്ലോ നമ്മുടെ സമൂഹത്തിന്റെ മുഖമുദ്ര, അതാണല്ലോ മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. അതില്ലായ്മ കൊണ്ടാണല്ലോ ഈ സംഘടന പിറവിയെടുത്തത്. നേരത്തെയുള്ള സംഘടനക്ക് വിനയമുണ്ടായിരുന്നുവെങ്കിൽ, മഹോന്നതരായ ഗുരുവര്യന്മാരെ അവർ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു സമീപനത്തിലേക്ക് നമ്മുടെ സംഘടന ഉണ്ടാകേണ്ട സാഹചര്യം ശരിക്കുമായിരുന്നില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ വരെ കേസ് കൊടുത്തുകൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളെ കോടതി കയറ്റിക്കൊണ്ട് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരും ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയും ആ രണ്ട് മഹത്തുക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് അവരില്ലാത്ത ഒരു പുതിയ സമത്വം രൂപീകരിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് ഇന്ന് കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ അന്തസ്സായി സമത്വം എന്ന് പറയാൻ പോലും അവകാശമില്ലാത്ത വിധം സമൂഹത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോന്നും സമൂഹം ഓർത്തുകൊണ്ടിരിക്കുക. ഈ സമൂഹത്തിൽ അവര് പിറവിയെടുത്തതിന്റെ ശേഷം ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾ നോക്കുക നിങ്ങൾ. ഭിന്നതയുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ മഹല്ലത്തിലും കാഴ്ചവെച്ച ആളുകൾ ഇന്നിപ്പോ നമ്മുടെ മഹല്ലത്തിൽ ഭദ്രമായി നിൽക്കുന്ന നമ്മുടെ മദ്രസകൾ, ഭദ്രമായി നിൽക്കുന്ന നമ്മുടെ മഹല്ലത്തുകൾ, ആ മഹല്ലത്തുകളിലേക്ക് ഇവരുടെ സ്ഥാപനത്തിൽ യോഗം ചേർന്നുകൊണ്ട് അവരുടെ ആളുകൾക്ക് കൊടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത്, ഒരു നിലക്കും സ്വാധീനമില്ലാത്ത ഒരു മഹല്ലാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന മഹല്ലെങ്കിൽ ആ മഹല്ലത്തിൽ ചെന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കിവിടെ രണ്ടും വേണ്ട, രണ്ട് സമത്വയും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിഷ്പക്ഷമായി മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന തരത്തിൽ അവിടെ ഒരു സങ്കര സംസ്കാരം വളർത്തുകയോ അതല്ലെങ്കിൽ സമത്വയുടെ പ്രവർത്തനത്തെ നിഷ്ക്രിയമാക്കുകയോ ചെയ്യുന്ന ഒരു പുതിയ സമീപനമാണ് അവർ നമ്മുടെ സമൂഹത്തിൽ പുതുതായി രൂപീകരിച്ചിരിക്കുന്ന ഒരു പുതിയ തന്ത്രം.
അതല്ല അല്പമെങ്കിലും ഒരു പിടുത്തം അവർക്ക് കിട്ടുമെന്ന് കണ്ടാൽ, രാഷ്ട്രീയ രംഗത്ത് ഞങ്ങളെ പിന്തുണക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ അവരെ പിടിച്ചും സ്വാധീനിച്ചും അവർക്കൊപ്പം നിന്നുകൊണ്ടും അതിശക്തമായി അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി ഒരു ഡിവിഷനെങ്കിലും മദ്രസ നിന്ന് പിടിച്ചെടുക്കുവാനും, ജനറൽ ബോഡിയിൽ ചെറിയ ഭൂരിപക്ഷമാണെങ്കിലും ഒരു ബഹളമുണ്ടാക്കി സ്ഥാപനം പൂട്ടിയിടുവാനും 89-ൽ ചെയ്ത പ്രവർത്തനം നിങ്ങൾ ആവർത്തിക്കണമെന്നാണ് അവരുടെ അണികൾക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ക്ലാസ്. ധാരാളം ആളുകൾ അവിടെ നിന്ന് കൂടൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ സംഘത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് നൽകപ്പെട്ട നിർദ്ദേശങ്ങളും അവർക്ക് കിട്ടിയ ക്ലാസുകളും എന്താണെന്ന് സമൂഹത്തോട് അവർ തുറന്നു പറയുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ. ഈ തരം കാപ്പട്യങ്ങൾ വെച്ചുകൊണ്ട് സമത്വയുടെ മദ്രസകളിലും സമത്വയുടെ മഹല്ലത്തുകളിലും പ്രശ്നമുണ്ടാക്കാൻ വരുന്ന ആളുകളോട് നേരത്തെ ബഹുമാനപ്പെട്ട ബാപ്പുശ്ശേരി വളരെ മനോഹരമായി ഇവിടെ സൂചിപ്പിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും കേരളത്തിന്റെ ഭരണകൂടത്തോടുമൊക്കെ വളരെ വ്യക്തമായി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം വ്യക്തമായി തെറ്റപ്പെടുത്തിയിട്ടുണ്ട്. സമത്വയുടെ മഹല്ലത്തിൽ പ്രശ്നമുണ്ടാക്കുന്നവരാരാണെങ്കിലും ശരി, അവരെ ഇരുത്തേണ്ടടുത്തിരുത്താൻ ഈ പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട. നിയമപരമായി നേരിടേണ്ടടുത്ത് നിയമപരമായി നേരിടുവാൻ, അതുപോലെ തന്നെ സംഘടനാപരമായി നേരിടേണ്ടത് പ്രാസ്ഥാനികമായി നേരിടുവാൻ, അപകടമോ അക്രമമോ ഉണ്ടാക്കാതെ ഇന്നവരെ ഒരു മഹല്ലത്തിലും ഒരു ക്രിമിനലിസവും കാണിക്കാതെ നിയമപരമായ പ്രശ്നങ്ങളെ നിയമപരമായി തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കഴിയും. മാത്രമല്ല അതിന്റെ കീഴ്ഘടകങ്ങൾ അതിന് സജ്ജമാണ്. വ്യാജത്തിൽ പിറന്ന ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം എല്ലാ സ്ഥലത്തും ചെയ്യുന്ന പ്രവർത്തനം വ്യാജ പ്രവർത്തനങ്ങളാണ്. മലപ്പുറം ജില്ലയിലും പരിസര പ്രദേശത്തും പല മേഖലകളിലുമൊക്കെ നമുക്ക് സ്വാധീനമുള്ള മേഖലയിൽ ലെറ്റർ പാഡ് പോലും വ്യാജമായി ഉണ്ടാക്കി, അതുപോലെ തന്നെ കള്ള രജിസ്ട്രേഷൻ ചെയ്ത് ആൾമാറാട്ടം പോലും നടത്തി ഓരോ പ്രദേശത്തും വളരെ ഗൗരവത്തോടുകൂടി ജനസ്വാധീനമുള്ള പ്രദേശത്ത് നമ്മുടെ മദ്രസയും നമ്മുടെ പള്ളിയും ഈ വിധം കള്ള രജിസ്ട്രേഷനിലൂടെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവരോട് ഞങ്ങൾ പറയുന്നു, ഈ സംഘടനാപരമായും അതിലുപരി നിയമപരമായും മാത്രമല്ല, പെരുവണയിൽ അഥവാ തളിപ്പറമ്പിനടുത്ത ചപ്പാരപ്പടിപടുത്ത പെരുവണയിൽ ഒരു മദ്രസ പിടിച്ചടക്കാൻ ശ്രമിച്ചപ്പോ മഹാനായ ശംസുൽ ഉലമയുടെ ആത്മീയ പിൻബലം കൊണ്ടത് തിരിച്ചു പിടിക്കാൻ ഈ ഉമ്മത്തിന് കഴിഞ്ഞുവെങ്കിൽ സമത്വയുടെ ബാനി ഹദറത്താകുന്ന സമത്വയുടെ സ്ഥാപക നായകനാകുന്ന മുല്ലക്കോയ തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന അവസ്ഥ അദ്ദേഹത്തിന്റെ മരണാനന്തരവും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ എന്ത് സാമ്പത്തിക ഭദ്രത കൊണ്ടും അതല്ലെങ്കിൽ നിങ്ങളുടെ നോളജ് സിറ്റി പോലുള്ള ജാടകൾ കാണിച്ചുകൊണ്ടും അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ആളുകളെയോ കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കളി കളിച്ചാലും ആത്മീയമായി ശംസുലമയുടെ കരുത്തും നിയമപരമായ സംവിധാനങ്ങളും സംഘടനാ ബലവുമുള്ള കാലത്ത് ഒരു മഹല്ലത്തിൽ പോലും ഈ കലാപവും ഈ കുഴപ്പവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി മുതൽ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ആർജവത്തോടു കൂടി പറയാൻ ഈ ഗ്രാൻഡ് ഫിനാലെ ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ഈ സന്ദേശം കൊടുക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലെ കേവലം ഒരു വലിയ സമാപനമല്ല, അത് കേവലം ഒരു സമാപനമല്ല, മറിച്ച് ഈ സമൂഹത്തിൽ സേവന സജ്ജരായ 25,000-ഓളം വളണ്ടിയർമാരെ, ആ വളണ്ടിയർമാരെ നമ്മുടെ മുദ്രാവാക്യത്തിലെ പ്രധാനപ്പെട്ട സേവനം എന്ന ഭാഗം 100% അന്വർത്ഥമാക്കിക്കൊണ്ട് 25 വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലം എന്നോണം 25,000 വളണ്ടിയർമാരെ ഈ സമൂഹത്തിന് സമർപ്പണം ചെയ്യുകയാണ്. ഈ സമർപ്പണം ചെയ്യുന്ന വളണ്ടിയർമാർ കേരളത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുവാനല്ല, അവരൊരിക്കലും ക്രമസമാധാന ഭംഗം ഉണ്ടാക്കുവാനല്ല. ഒരു കുഞ്ഞിനെ റാഗ് ചെയ്തുകൊണ്ട് കണ്ണ് കളഞ്ഞു, ആ കുഞ്ഞിന്റെ 2 കണ്ണും പോയി, ആ കുട്ടി ഇന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നു. അത്തരം ഒരു ക്യാമ്പസ് ജീവിതം നയിക്കുന്ന സമൂഹത്തിന്റെ മധ്യത്തിൽ ക്യാമ്പസുകളിൽ വന്ന കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. കുപ്പായം ധരിച്ചുകൊണ്ട് സേവനത്തിന്റെ പടച്ചട്ടയണിഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായവർ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സമൂഹം സേവന സജ്ജരായി രംഗത്തിറങ്ങുമ്പോൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹോന്നതരായ പണ്ഡിത വര്യന്മാർ വരച്ച വരയിലൂടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലൂടെ ഈ സമൂഹത്തെ കൊണ്ടുപോകുവാനും, അതുപോലെ നടുറൂട്ടിൽ പടഞ്ഞു വീഴുന്നവനും രോഗിയായി വീട്ടിൽ വിശ്രമിക്കുന്നവനും പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ക്രൈസിസ് മാനേജ്മെന്റ് ഏറ്റെടുത്തുകൊണ്ട് ആവശ്യമായ സന്ദർഭത്തിൽ ഓടിയെത്തുവാൻ നമ്മുടെ ഈ 25,000-ഓളം വരുന്ന കാവൽ ഭടന്മാരുണ്ടാകുമെന്ന കാര്യം ഇനി കേരളീയ സമൂഹത്തിന് സന്തോഷത്തോടു കൂടി സ്മരിച്ചുകൂടെ? തന്നെയുമല്ല, നിങ്ങൾ നോക്ക്, ആ 25,000 വളണ്ടിയർമാരെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു പരിമിതമായ റാലി അച്ചടക്കത്തോടെ ചിട്ടയോടെ ഈ നഗരത്തിൽ നടത്തിയപ്പോൾ മണിക്കൂറുകൾ ഈ നഗരം സ്തംഭിച്ചു നിന്നു. അങ്ങനെയെങ്കിൽ SKSSFന്റെ ഗ്രാൻഡ് ഫിനാലയോടനുബന്ധിച്ചുകൊണ്ട് ഒരു പ്രകടനമങ്ങാനും നമ്മൾ ഇവിടെ നടത്തിയിരുന്നുവെങ്കിൽ തൃശൂർ നഗരത്തിൽ ചലിക്കാൻ പോലും കഴിയാത്ത വിധം സ്തംഭിച്ചു പോകുമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ തരത്തിൽ കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും വേരൂന്നിക്കൊണ്ട് ഈ
സ്വാധീനിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തുന്ന ഇത്തരമൊരു മഹാസമ്മേളനം കേരളത്തിൽ ഏതു സംഘടനക്ക് നടത്താൻ കഴിയും? അത് നടത്താൻ കഴിയുന്ന ഏക സംഘടന സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ മുന്നണി പോരാളികളായി ഇന്ന് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമത്വ കേരള ഇസ്ലാം എന്തെന്നറിയാത്തവനെയും കൊണ്ടുവരാൻ ഇബാദിന്റെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാഫിലയുടെ പ്രവർത്തനത്തിലൂടെ അത്തരം തിന്മയിൽ ആണ്ട് പൂണ്ടു നിൽക്കുന്ന ആളുകളെ നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനോഹരമായ ദഅ്വാ പ്രവർത്തനത്തിന്റെ പുതിയ ഒരു മുഖമിത നാളെ മുതൽ നമ്മുടെ ഇബാദിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ സേവന മുഖമിത നമ്മുടെ പ്രിയപ്പെട്ട ഈ വികായുടെ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മഹല്ലത്തിലേക്ക് കൊണ്ടുവരുമ്പോ കേവലം വ്യാജം മാത്രം പറഞ്ഞുകൊണ്ട് പണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ദിക്ർ ഹൽക്ക സംഘടിപ്പിക്കുകയാണെങ്കിൽ പോലും അതിന്റെ പിന്നിൽ സാമ്പത്തിക ലാഭം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സമൂഹത്തിൽ വൃത്തികേട് ചെയ്യുന്ന ആളുകളെ എല്ലാ മഹല്ലത്തിൽ നിന്നും അക്രമമുണ്ടാക്കാതെ അനീതി കാണിക്കാതെ സേവനത്തിന്റെ മുഖം കൊണ്ട് തുടച്ചു നീക്കുവാൻ ഈ സമുദായത്തിലെ കുട്ടികൾക്ക് കഴിയുമെന്ന കാര്യം നാളെ ഈ സമൂഹം പ്രവർത്തന ഗോതയിലിറങ്ങുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഇത് തിന്മയെ നന്മ കൊണ്ട് നേരിടുക. ഏത് തിന്മയും നന്മ കൊണ്ട് നേരിടുക. മുടി വ്യവസായം നടത്തിക്കൊണ്ട് സമൂഹത്തിൽ പണം പിരിക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത്, കോടിക്കണക്കിന് രൂപ വ്യവസായികളുടെ കയ്യിൽ നിന്ന് പിരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുടിയുടെ പേരിൽ പള്ളി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിച്ചുകൊണ്ട് വലിയ നോളജ് സിറ്റി കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ആളുകൾ ഈ വ്യവസായവൽക്കരണത്തിലൂടെ പണക്കൊടുപ്പിന്റെ പ്രവർത്തനം സമൂഹത്തിൽ കാഴ്ചവെക്കുമ്പോ ആ സമൂഹത്തിന്റെ മുമ്പിൽ സേവനം കൊണ്ട് മറുപടി പറയുന്ന പുതിയൊരു രീതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. സേവനത്തിന്റെ പുതിയ മുഖം തീർക്കുന്നു. ഒരു നേതാവിന്റെ ആഗോള സഞ്ചാരത്തിന്റെയും അദ്ദേഹത്തിന്റെ പ്രൗഢിയുടെയും കണക്കുകൾ വിശദീകരിച്ചുകൊണ്ട് അയാളെ കുറിച്ച് നമ്മുടെ സമൂഹത്തിലെ നേതാക്കൾ പറഞ്ഞ വാചകങ്ങൾ എടുത്തുധരിച്ചുകൊണ്ട് ആ മനുഷ്യനെ മറ്റുള്ളവർ പുകഴ്ത്തിയതിന്റെ വാചകങ്ങൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് കോടികളുടെ വാഹനത്തിൽ അദ്ദേഹം നടത്തിയ യാത്രയുടെ പൊലിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ സമത്വയുണ്ടാക്കാനും സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്ന ആളുകൾ ഇവിടെ വന്നുപോയ നമ്മുടെ സാത്വികരായ നേതാക്കളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്ക് നിങ്ങൾ. ഇവിടെ ഇരുന്ന ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാർ അവസാനമായി അദ്ദേഹം ഇവിടുന്ന് പ്രയാസത്തോടുകൂടി ഇറങ്ങിപ്പോകുമ്പോൾ ഓർക്കണം, കാളമ്പാടി ഉസ്താദിന്റെ പാരമ്പര്യം പേറുന്ന ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദിന്റെ പാരമ്പര്യം പേറുന്ന ആ മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരുടെയും പാങ്ങിൽ അഹമ്മദ് പാരമ്പര്യം പേറുന്ന മഹാപണ്ഡിതൻ എത്രമാത്രം പ്രയാസപ്പെട്ട് താഴെ നിലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മനുഷ്യന. കണ്ണിയത്ത് ഉസ്താദ് ദർസ് നടത്തുന്ന കാലത്ത് മഹാനായ കോയക്കുട്ടി മുസ്ലിയാർ പൊന്നാനി ദർസിൽ ചേരുമ്പോ മഹാനവറുകൾക്ക് കുട്ടികളുടെ ആധിക്യം മൂലം ഭക്ഷണം പോലും അവിടെ ഉണ്ടാവുകയില്ലെന്ന് ഉസ്താദ് പറഞ്ഞപ്പോ ആ മഹാൻ തന്റെ കയ്യിലുള്ള 12 അണ കൊണ്ട് ഭക്ഷണം വാങ്ങി കഴിച്ചുകൊണ്ട് ആ ദർസിൽ പഠിച്ച മഹാന. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അവിടെ തൊട്ടടുത്തുള്ള ഒരു ബേക്കറിയിൽ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ മഹാനവറുകൾ അസറിന്റെ ശേഷം ചെന്നുകൊണ്ട് ബദർ ബൈത്തും മങ്കൂസ് മൗലിദ് ഓതിക്കൊടുത്താൽ ഒരണയും പൊട്ട് ബിസ്ക്കറ്റും ചായയും കിട്ടും. ആ പൊട്ട് ബിസ്ക്കറ്റും ചായയും കഴിച്ചുകൊണ്ട് അയാൾ കൊടുക്കുന്ന ഒരണ കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് പഠിച്ച് പണ്ഡിതനായി വളർന്നു വന്ന മനുഷ്യൻ ഇന്ന് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അമരത്തെത്തുമ്പോഴും യാതൊരു ജാടകളും അദ്ദേഹത്തിനില്ല, യാതൊരു തരത്തിലും പ്രകടനപരതയില്ല. നിഷ്കളങ്കനായ ആ മഹാനായ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ ഇതുവരെ ഇരുന്നു. ആ മഹാൻ നമുക്ക് തന്ന ഉപദേശം നോക്കൂ നിങ്ങൾ. പരലോകത്ത് ഓർമ്മിപ്പിക്കുന്ന ഒരു ഉപദേശം മാത്രമാണ് അദ്ദേഹം നൽകിയത്. ഒരു അന്താരാട്ട കാര്യത്തെ കുറിച്ചുമല്ല അദ്ദേഹം പറഞ്ഞത്, ജാടയല്ല അദ്ദേഹം കാണിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നോക്കിയാൽ നമുക്കറിയാം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സത്യസന്ധമായ മുഖം. ആ സത്യസന്ധമായ മുഖമാണ് കണ്ണിയത്ത് ഉസ്താദ് നമുക്ക് കാണിച്ചു തന്നത്. ആ സത്യസന്ധ മുഖമാണ് നമ്മുടെ നേതാക്കളൊക്കെ നമുക്ക് കാണിച്ചത്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദാണല്ലോ നേരത്തെ ആ സ്ഥാനത്തിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ പ്രവർത്തനം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനായ ആ പണ്ഡിതന് ഒരു കാറ് കൊടുക്കാമെന്ന് സംഘടന പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലും തന്റെ ജീവിതത്തിന് യോജ്യമല്ലെന്ന് മനസ്സിലാക്കി ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചുകൊണ്ട് ദർസ് നടത്തി അവസാനം വരെ ജീവിച്ച ഒരു വലിയ പണ്ഡിതൻ. അതാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യം. ആ പാരമ്പര്യമാണോ മറുവശത്ത് കാണുന്നത്? ആ പാരമ്പര്യമാണോ അപ്പുറത്തുള്ളത്? വെറുതെ ആക്ഷേപിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. ചില ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമാകുന്ന SKSF ആക്ഷേപം മാത്രമാണ് നടത്തുന്നത്. അവരൊരാളുടെ പിന്നാലെ മാത്രമാണ് കൂടുന്നത്. ആ ഒരു അജണ്ട മാത്രമേ അവർക്ക് മുമ്പിലുള്ളൂ. ഈ സംഘടനയെ വിലയിരുത്താൻ കഴിയാത്തവർ ചെയ്യുന്ന പ്രവർത്തനമാണത്. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ ബാധ നടത്തിയ പ്രവർത്തനത്തിന് തുല്യം ഏതെങ്കിലും ഒരു പ്രവർത്തനം, അതിന്റെ ഒരു 10% പ്രവർത്തനം സമത്വയിൽ നിന്ന് മാറിപ്പോയ ഈ കൂട്ടം നടത്തിയതായി ആർക്കെങ്കിലും കാണുവാൻ കഴിയുമോ? നമ്മുടെ വിക്കായാവിങ് നടത്തുന്ന പ്രവർത്തനം, നമ്മുടെ തൊലബാവിങ് നടത്തുന്ന പ്രവർത്തനം, സഹചാരി എന്ന് പറയുന്ന ആളുകളുടെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനത്തിന്റെ മഹിമ, അതിന് തുല്യമായ പ്രവർത്തനം ഏതെങ്കിലും വിഭാഗം ഈ സമൂഹത്തിൽ നടത്തിയതായി ആർക്കെങ്കിലും കാണാൻ കഴിയുമോ? ഈ അംഗീകാരത്തിന്റെ മറ്റൊരു ഭാഗമിതാ ഇനി നമ്മുടെ ഇബാദിന്റെ ഈ പ്രവർത്തനത്തിലൂടെയും ഈ വിക്കായുടെ പ്രവർത്തനത്തിലൂടെയും വരാൻ പോകുന്നു. ഈ അംഗീകാരങ്ങളും കൂടി ഗ്രാമങ്ങളിൽ നമുക്ക് ലഭ്യമാകുമ്പോ, സ്ഥാപനങ്ങളിൽ നമുക്ക് ലഭ്യമാകുമ്പോ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രയാണത്തെ പിടിച്ചു കെട്ടുവാൻ ഒരു ശക്തിക്കും കഴിയില്ല.
മാത്രമല്ല നമ്മൾ നിൽക്കുന്ന ആദർശത്തിന്റെ മഹിമയും കൂടി നമ്മൾ മനസ്സിലാക്കണം. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തന്റെ പ്രാർത്ഥന നടത്തുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞ ഒരേ ഒരു മനുഷ്യനെ ഈ സമത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. ആ മഹാനല്ലേ എല്ലാവരും അവലംബിക്കേണ്ടത്. നമ്മളിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തെ മാത്രമാണ് കണ്ടത്. സമത്തയുടെ പൂർവ്വകാല നേതാക്കൾ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുഷാവറയിൽ ഉണ്ടായിരുന്ന ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല. ഒരു കണ്ണിയത്ത് ഉസ്താദിനെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ആ കണ്ണിയത്ത് ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് 1993 89 ഈ കണ്ണിയത്ത് ഉസ്താദിനെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ പ്രസ്ഥാനം എന്തിനാണ് ഉണ്ടാക്കിയത്? എന്ത് തെറ്റാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചെയ്തത്? ഈ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഭദ്രമായി നിൽക്കുന്ന മഹല്ല്, ഒരുമിച്ച് പോകുന്ന മഹല്ല്, യാതൊരു തരത്തിലും ഭിന്നതയില്ലാത്ത പ്രദേശം, ആ പ്രദേശത്ത് പുതിയ ഭിന്നത ഉണ്ടാക്കിയവരാരാ? ഇന്ന് ഐക്യം പ്രസംഗിക്കുന്ന ആളുകൾ, ഇന്ന് ഐക്യത്തിന്റെ ആളുകളായി ചുമയുന്നവർ പറയട്ടെ, ഓരോ മഹല്ലത്തിലും പുതിയ കാദിമാരെ കൊണ്ടുവന്നതാരാ? മാസമുറപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കിയതാരാ? ഈ ഉമ്മത്തിന്റെ മുമ്പിൽ റസ്മുൽ ഉസ്മാനി തർക്കമുണ്ടാക്കി മുസ്ഹഫ് കത്തിക്കണമെന്ന് പറഞ്ഞവരാരാ? പഠിക്കണം നിങ്ങൾ. സുന്നത്ത് ജമാഅത്തിനെ വിദേശത്ത് കൊണ്ടുപോയി അടിയറ വെച്ചുകൊണ്ട് കരാർ എഴുതിയതാരാ? എന്ത് വിവാദമായി അവരുണ്ടാക്കിയത്? ഈ കേശ വിവാദം അവസാനത്തതല്ലേ? ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ നോക്ക്, സമൂഹത്തിന്റെ പണം പിരിച്ചുകൊണ്ടുണ്ടാക്കിയ നോളജ് സിറ്റി പോലും ചെയ്തു. സമത്വക്കാരല്ലോ അതിന്റെ പിന്നിൽ. ഈ രീതിയിൽ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ കാപ്പട്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ആ കൂട്ടത്തിൽ നിൽക്കുന്ന പ്രഗൽഭരും പ്രമുഖരും അള്ളാഹുവിനെ ഭയപ്പെടുന്ന അല്പമെങ്കിലും ദീനീബോധമുള്ള പലരും വേദിയിലെത്തിക്കഴിഞ്ഞു. അവർ സമ്മേളനങ്ങൾ സ്വന്തമായി നടത്താൻ കെൽപ്പുള്ള വിഭാഗമായി മാറിക്കഴിഞ്ഞു. അത്രമാത്രം കൂടൊഴിഞ്ഞു പോകുന്ന ആ സമൂഹത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഇസ്ലാമിക ബോധമോ ദീനീ താല്പര്യമോ ഉള്ളവരായി ഉണ്ടെങ്കിൽ ആ മുങ്ങുന്ന കപ്പലിൽ നിന്ന് ആ കപ്പിത്താനെ പിടിച്ചെറിഞ്ഞ ആ കപ്പൽ തിരിച്ചു സമത്തിലേക്ക് വിട്ടുകൊള്ളണേ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ആ കപ്പൽ മുങ്ങുന്ന കപ്പലാണെന്നതിന് വലിയ വലിയ തെളിവുകൾ അവിടെ നിന്ന് വന്ന ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ വമ്പൻ സ്രാവുകൾ ഇനി അദ്ദേഹത്തിനെതിരെ ഈ നോളജ് സിറ്റിയുടെ വിഷയത്തിൽ രംഗത്ത് വരുന്നതോടുകൂടി പിടിച്ചു നിൽക്കാൻ കഴിയാതെ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചതുപോലെ അല്ലാഹുവേ മുഖം കെടുത്തണേ. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു, ഒന്നല്ല പലതരം ഉദാഹരണങ്ങൾ. ആ ഉദാഹരണങ്ങൾ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പലരുമാണ് തിരിച്ചു പോരുന്നത്. അത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത, അതല്ലെങ്കിൽ മനസ്സിലായിട്ടും ചില കമ്മിറ്റ്മെന്റിന്റെ പേരിൽ അവിടെ നിൽക്കുന്ന ആളുകൾ ഇനിയും വഷളാകാതെ തിരിച്ചു വരാനുള്ള തത്രപ്പാടിലാണ് എന്ന് ഇവരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണെന്ന പ്രിയപ്പെട്ട പ്രവർത്തകർ, നമ്മുടെ ആദർശ പോരാളികൾ പിരിഞ്ഞ ഒരു കാര്യം കൂടി പറയട്ടെ, പ്പെടേണ്ട ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിം അമുസ്ലിം ബന്ധം രൂഢമായി നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോ നമ്മുടെ ഭരണകൂടം പോലും തുടക്കം മുതൽ ഇവിടെ ചിലരൊക്കെ പറഞ്ഞതുപോലെ നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു ഭാഗത്ത് ഗർവാപസി, മറുഭാഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്ന തരത്തിലുള്ള ചില സിദ്ധാന്തങ്ങൾ നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം. അതിലുപരി മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു സംവിധാനം. ആ സംവിധാനത്തിലേക്ക് നമ്മുടെ ഭരണകൂടം മുന്നോട്ട് പോകുമ്പോ ഈ രാജ്യത്ത് റിപ്പബ്ലിക് ദിന പരിയെപ്പോലും നാണിപ്പിക്കുന്ന വർഗീയത ഇന്ത്യയിലുണ്ടെന്നാണ്. അതിലുപരി അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്, മതങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തെങ്കിൽ മാത്രമേ, സൗഹൃദമുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് വികസിക്കാൻ കഴിയൂ. തന്നെ വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി നടക്കുമ്പോൾ അവിടെ വന്നുകൊണ്ട് നരേന്ദ്രമോദിയെ ഇരുത്തിക്കൊണ്ട് ലോകബാങ്കിന്റെ അധ്യക്ഷൻ മുഖത്ത് നോക്കി പറഞ്ഞു, ഇന്ത്യ മഹാരാജ്യത്തിന് പുരോഗതിപ്പെടാൻ കഴിയും, ഇന്ത്യ സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും ഒരുപാട് മുന്നേറും. പക്ഷേ ആ ഉണ്ടാകണമോ? നിങ്ങൾ തമ്മിൽ വർഗീയത അവസാനിപ്പിക്കണം, നിങ്ങൾ ജാതീയത അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഒരു സതുപദേശം കൊടുത്തുകൊണ്ട് അദ്ദേഹം പോയി. ഈ സമർക്കന്തിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ എടുത്തത്, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പ്രതിജ്ഞ ചൊല്ലിത്തന്നത്, രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറണമെന്നാണ്. എന്നാലും നമ്മുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്, നമ്മെ എതിർക്കുന്നവരുണ്ട്. ഈ തൃശൂർ നഗരത്തെ കുറിച്ച് പോലും നിങ്ങളൊന്ന് ചിന്തിക്കണം. പഴയകാല ചരിത്രത്തിലേക്കൊന്ന് തിരിച്ചു പോകണം. പഴയകാല ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ വലിയ കാലഘട്ടത്തിൽ ഈ തൃശൂർ നഗരത്തിൽ ഇതൊക്കെതിരെ ഒരു പ്രകടനവും ഒരു സമ്മേളനം നടത്തിയപ്പോ അതിനെതിരെ ചില കുബുദ്ധികൾ ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി ഈ തൃശൂർ നഗരത്തിലെ സമരത്തെ അടിച്ചമർത്താൻ മുന്നോട്ട് വന്നപ്പോ 1921 ഫെബ്രുവരിയിൽ മലബാറിൽ നിന്നും അതുപോലെ തന്നെ മലബാർ മേഖലയിലെ പല മേഖലകളിൽ നിന്നും ഖിലാഫത്തിന്റെ പോരാളികളെ കൊണ്ടുവന്നിട്ട് ആ പോരാളികൾ ഒന്നിച്ച് തൃശൂരിൽ വന്നിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഈ തൃശൂർ നഗരത്തിൽ അതിശക്തമായ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയ ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുണ്ട്. പലരും മൂടിവെച്ച ചരിത്രം. മോഴിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാടിന്റെ ഖിലാഫത്ത് സ്മരണയിൽ വളരെ മനോഹരമായി അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്.
ക്ഷേമം ദ്വൈവാരിക യോഗക്ഷേമ സഭയുടെ ദ്വൈവാരികയിൽ കാര്യം വിശദമായി വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ചരിത്രത്തിന്റെ പറ്റിയ സമയമല്ല. അന്ന് മലബാറിൽ നിന്ന് സ്വാതന്ത്ര്യ സമര പോരാളികളെ യൂസഫ് എന്ന് പറയുന്ന മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ നായകന്മാരെ ഇവിടെ കൊണ്ടുവന്ന് സ്വീകരിച്ച് പ്രകടനത്തിന് കൈകോർത്ത് പിടിച്ചു നിർത്തി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി തിരിച്ച് യാത്രമാക്കുമ്പോ തൃശ്ശൂരിലെ പ്രഗത്ഭനായിരുന്ന AR മേനോൻ, മാരായി കൃഷ്ണമേനോൻ, അതുപോലെ തന്നെ അന്നത്തെ ഇൻസ്പെക്ടർ വൈദ്യനാഥ് അയ്യർ പോലുള്ള പ്രമുഖർ മുസ്ലിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് അഭിമാനം സംരക്ഷിക്കാൻ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ദേശക്കൂറുള്ള ഒരു സമൂഹത്തെ ഇവിടെ ശരിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഹിന്ദു മുസ്ലിം ബന്ധത്തിന്റെ ഉദാത്ത മാതൃക തീർത്ത ഒരു പാരമ്പര്യം ഈ തൃശ്ശൂർ നഗരത്തിലുണ്ടെങ്കിൽ ഈ കായാവളണ്ടിയർമാർക്ക് ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞയിൽ അതേ മനോഹാരിത നമ്മൾ കാണുന്നു. ചരിത്രത്തിന്റെ പുനരാവർത്തനമാണ്. വർഗീയതയില്ലാതെ, വിഭാഗീയതയില്ലാതെ, മനുഷ്യന്റെ നിറം നോക്കാതെ, വർണ്ണം നോക്കാതെ അപകടപ്പെടുന്നവനെ കോരിയെടുത്ത് ആശുപത്രിയിലെത്തുവാനും ആവശ്യക്കാരനെ ഓടിയെത്തി സഹായിക്കുവാനും കെൽപ്പുള്ള ഒരു തലമുറയെ SKSF വാർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചൂഷണത്തിന്റെ മുഖം തുറന്നുകൊണ്ട് വലിയ വലിയ സമ്പന്നതയുടെ ടെക്നോളജി സിറ്റി അടക്കമുണ്ടാക്കി സുഖലോലുപതയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ആളുകളും നമ്മളും എവിടെ നിൽക്കുന്നു? സമൂഹം വിലയിരുത്തും. നമ്മളും നാളെ ഈ സമൂഹം വിലയിരുത്തും. സകല മഹല്ലത്തുകളിൽ നിന്നും സമൂഹം നിങ്ങളെ പ്രവർത്തനത്തെ വെറുത്തിട്ട് ശംസുൽ ഉലമ പറഞ്ഞ പോലെ ഈമാനുള്ള ഒരു മനുഷ്യനും അവരുടെ കൂടെ ഉണ്ടാകാത്ത കാലം വരുമടാ എന്ന് പറഞ്ഞ കാലം ഞങ്ങൾ അക്രമമില്ലാതെ സേവനം കൊണ്ട് തന്നെ തെളിയിക്കുമെന്ന കാര്യം ആവർത്തിച്ചു പറയാൻ ഈ സമർക്കന്തിന്റെ മണ്ണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. സേവനം കൊണ്ട് നിങ്ങൾ മഹല്ലിൽ നിന്ന് പുറത്താക്കും. മഹല്ലത്തിലെ ജനസമൂഹത്തെ ഭിന്നിപ്പിച്ച പാരമ്പര്യമല്ലേ നിങ്ങൾക്കുള്ളൂ? എന്ത് സേവനമാണ് നിങ്ങൾ ഈ സമൂഹത്തിന് ചെയ്തു കൊടുത്തത്? നിങ്ങൾ എവിടെയെങ്കിലും ഒരു യത്തീംഖാന വെച്ചാൽ 10 കുട്ടികളുണ്ടെങ്കിൽ 100 റിസീവർമാരുണ്ടാകും. നിങ്ങൾ 100 രൂപ വരുവിച്ചാൽ അതിന്റെ 80 രൂപ കമ്മീഷൻ വാങ്ങും. അതല്ലേ നിങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്? പിരിവാനന്തര കോഴ്സ് വേണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ആളുകൾ ഇറക്കി വിട്ട ആളുകളാണ് നിങ്ങൾ. പിരിക്കാൻ സ്ഥാപനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞവരാ. സ്ഥാപനത്തിനല്ല സ്ഥാപനം, പിരിക്കാൻ വേണ്ടി സ്ഥാപനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞവർ. ഒരു ഉമ്മത്തിന്റെ ശക്തി മുഴുവൻ വൃത്തികേടിന് വിനിയോഗിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ഈ രീതിയിൽ സമൂഹത്തിൽ പ്രവർത്തിച്ചപ്പോ ഉണ്ടായ ദൈന്യതയൊക്കെ നമ്മുടെ മഹല്ലത്തിൽ നമ്മൾ കാണുന്നു. ഭരണാധികാരികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഭിന്നിപ്പിന്റെ രൂക്ഷത നമ്മൾ അനുഭവിക്കുക. കേരളത്തിനൊരു പാരമ്പര്യമുണ്ട്. കേരള മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഐക്യത്തിന്റെ, ഒരുമയുടെ പാരമ്പര്യമാണ്. ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, പ്രഗത്ഭമതികളായ പണ്ഡിതന്മാർ മഖ്ദൂമി പാരമ്പര്യം പേറുന്നവരാ. ആ മഖ്ദൂമി പാരമ്പര്യമാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, മഖ്ദൂമിന്റെ പള്ളി ദർസിലെ മഖ്ദൂമിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു കുഞ്ഞായി മുസ്ലിയാർ. വലിയ പണ്ഡിതൻ, വലിയ ആലിമ അഖിൽ, നല്ല ബുദ്ധിമാൻ, തസൗഫിന്റെ ആഴം കണ്ട മഹാൻ. ആ മഹാനായ കുഞ്ഞായി മുസ്ലിയാർ കൂട്ടുകാരനായി സ്വീകരിച്ചത് മങ്ങാട്ടച്ചനെയായിരുന്നു. പക്ഷെ ഒരു ദിവസം പോലും ബഹുമാന്യനായ മഖ്ദൂം കുഞ്ഞായി മുസ്ലിയാരെ വിളിച്ചിട്ട് കുഞ്ഞായിനെ നീ എന്തിനാണ് ഈ മങ്ങാട്ടച്ചന്റെ കൂടെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ കുഞ്ഞായിനെ പീഡിപ്പിച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ ആ മങ്ങാട്ടച്ചൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവാടാ എന്നൊരു ഗർവാപ്പസി ബഹുമാന്യനായ മഖ്ദൂം തങ്ങളെ സ്വീകരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു പാരമ്പര്യമില്ല. ഞങ്ങളെ കോന്തുനായരെ കാര്യസ്ഥനാക്കി മരണം വരെ നിർത്തിയതുപോലെ, മങ്ങാട്ടച്ചന്റെ കൂട്ടുകാരനായി ബഹുമാനം നടന്നു നീങ്ങിയതുപോലെ നമ്മുടെ നാട്ടിന്റെ ഒരു സൗഹൃദ പാരമ്പര്യമുണ്ട്. ആ സൗഹൃദ പാരമ്പര്യത്തെ ഹനിക്കുവാനും തീവ്രത മുന്നോട്ട് വെച്ചുകൊണ്ട് സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുവാനും ഒരു ശ്രമം കേരളത്തിൽ ചെറുതായി നടന്നുവെന്ന് തോന്നിയപ്പോ ബാബരി മസ്ജിദിന്റെ പശ്ചാത്തലത്തിൽ ആദ്യമായി ഈ സംഘടന കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു മസ്ജിദ് സന്ദേശ യാത്ര നടത്തിയപ്പോ ഞാനിങ്ങനെ ഓർക്കുന്നു, ഈ വേദിയിൽ അന്ന് അണിനിരന്ന പല പ്രമുഖരുമുണ്ട്. എന്റെ സുഹൃത്ത് ഡോക്ടർ നാട്ടിക മുഹമ്മദ് അടക്കമുള്ള പല പ്രമുഖരും, തയ്യബ് അടക്കമുള്ള അബ്ദുൽ ഹമീദ് വൈസിയെ പോലുള്ള പ്രഗത്ഭരായ നമ്മുടെ ഈ സംഘടന നേതാക്കൾ ഈ വേദിയിൽ പലരുമുണ്ട്. ഞാൻ ആളെ പേരെടുത്ത് പറയുന്നില്ല. അന്ന് ആ യാത്ര നടത്തുമ്പോൾ ഒരു സംഘർഷ ഭൂമിയിലൂടെ നമ്മൾ പോകുന്നത്. ആ സംഘർഷ ഭൂമിയിലൂടെ എനിക്ക് ഓർമ്മയുണ്ട്, രാമൻ പിള്ളയുടെ രഥയാത്ര പുറപ്പെട്ടപ്പോ എന്തു ചെയ്യണമെന്നറിയാൻ പാണക്കാട്ട് ആലോചനാ യോഗം ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഒന്നും സംഭവിക്കില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോ ഈ കേരളത്തിന്റെ ഗ്രാമവീതിയിലൂടെ മസ്ജിദ് സന്ദേശയാത്ര മുന്നോട്ട് നീങ്ങിയപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും ബാബരി മസ്ജിദിന്റെ ചരിത്രം നമ്മൾ ശരിക്കും വിശദീകരിച്ചു കൊടുത്തപ്പോൾ സംഘടനയെ അഭിനന്ദിച്ചു. നമ്മുടെ ഓരോ പ്രഭാഷകന്മാരെയും ഓരോ പ്രഭാഷണങ്ങളെയും നമ്മൾ ഓരോ പോയിന്റ് നടത്തിയ പ്രവർത്തനങ്ങളെയും അഭിനന്ദിച്ചു എന്ന് മാത്രമല്ല, അവരെ വന്നുകൊണ്ട് ഇത് കേട്ട് ബാബരി മസ്ജിദിന്റെ പ്രശ്നം ശരിക്കും അവരെ ബോധവൽക്കൃതരായി. അങ്ങനെ ഒരു വലിയ കഴിഞ്ഞു. തീവ്രവാദം കൊടികുത്തി പാടുന്നൊരവസ്ഥ വന്നപ്പോ തീവ്രവാദം തെറ്റും ശരിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ മധ്യത്തിൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ നാട്ടിക മൂസ മൗലവിയെ നേരിട്ട് വിളിച്ചുകൊണ്ട് അഭിനന്ദിച്ചു. നിങ്ങൾ ചെയ്ത പ്രസംഗമാണ് ഇന്ത്യക്ക് വേണ്ടത്, നിങ്ങളുടെ സംഘടന പ്രചരിപ്പിക്കുന്ന പ്രചരണമാണ് വേണ്ടത്. മുദ്രാവാക്യം അതായത് കൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു. പക്ഷേ തീവ്രവാദത്തിന്റെ ശരിയായ വശം അവർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അപകടം
മനസ്സിലാക്കുവാനാ, അതിന്റെ തെറ്റായ വശം മനസ്സിലാക്കി കൊടുത്തത് അതിൽ നിന്ന് പിന്തിരിയുവാനാണ്. ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരെ ഈയാമ്പാറ്റകളെ പോലെ അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ ചില ആളുകൾ ശ്രമിച്ചപ്പോ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിന് ശരിക്ക് ദിശാബോധം പകർന്നു കൊടുക്കുന്ന ഏർപ്പാട് നമ്മൾ നടത്തുമ്പോ ഒരു കൂട്ടരെ ടൈഗർ ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് പള്ളി കയറി അടി ഉണ്ടാക്കുവാനും പിന്നെ ചില കാര്യങ്ങളിൽ അപകടപ്പെടുവാനുമാണ് ശ്രമിച്ചത്. തന്നെ കേരളത്തിൽ പാരമ്പര്യത്തിലില്ലാത്ത വിധം CBI ഇവരുടെ നേതാവിനെ ഓഫീസിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം കുറ്റാന്വേഷണ വകുപ്പ് വിചാരണ ചെയ്തില്ലേ? പടച്ചറപ്പ് സാക്ഷി ഇന്ന് വരെ സമത്വയുടെ മഹാന്മാരായ മുഷാവറ മെമ്പർ ഇതുപോലെ വിളിച്ചു വരുത്തി ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ വിചാരണ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടുണ്ടായി? കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞില്ലേ, ഇവർ മാനം കെടുമെന്നതിന്റെ പഴയകാല മലയാള ഭാഷ മുഖം കെടുത്തട്ടെ എന്ന്. നിങ്ങൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പർമാരുടെ 989 ഈ സമൂഹത്തിൽ മറക്കാൻ കഴിയാത്ത ദിവസമുണ്ട്. നവംബർ മാസം 19, 89 നവംബർ മാസം 19 കോഴിക്കോട്ട് മുഷാവറ യോഗം ചേർന്ന് നമ്മുടെ ആലോചനാ യോഗം ചേർന്ന് മുഷാവറ മെമ്പർമാർ പുറത്തിറങ്ങുമ്പോ എറണാകുളത്തുള്ള സമ്മേളനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞപ്പോ എറണാകുളം സമ്മേളനം നിർത്തിവെച്ചാൽ നിങ്ങളെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, സമ്മേളനം നടത്താതെ നിങ്ങളെ പുറത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ ഘെരാവോ ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായി ഉസ്താദുമാരെ ഘെരാവോ ചെയ്തുകൊണ്ട് ഉസ്താദുമാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസ് വരെ ഇടപെടേണ്ടി വന്നു ഉസ്താദുമാർക്ക് പുറത്തു പോകാൻ. ഇവർക്കിടയിലൂടെ ഞങ്ങൾക്ക് പോകാൻ വഴിയുണ്ടാക്കി തരണമെന്ന് ശൈഖുന പറഞ്ഞുകൊണ്ട് ശംസുൽ ഉലമ പോലീസിനെ വിളിക്കേണ്ടി വന്നു. ചരിത്രം ആവർത്തിച്ചില്ലേ? ഇതിന് നേതൃത്വം കൊടുത്ത റിമോട്ട് കൺട്രോൾ പോലെ നിന്ന നേതാവ് തന്റെ മറ്റൊരു അനുയായിയുമായി അഹങ്കാരം മാത്രമായി ഒരു സ്ഥാപനത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പാറക്കടവിലൂടെ സഞ്ചരിക്കുമ്പോ ബഹുജനം വന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് തടഞ്ഞില്ലേ എന്നിവ നടുറോട്ടിൽ സമത്വയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അന്യ സമുദായക്കാർ പോലും റോട്ടിൽ തടഞ്ഞിട്ടില്ല. സമത്വയുടെ നേതാവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന അന്താരാഷ്ട്ര ഫിഗർ എന്ന് നിങ്ങൾ വിളിച്ചു പറയുന്ന വ്യക്തിയെ നടുറോട്ടിൽ തടഞ്ഞിട്ട് വിട്ടുകൊടുക്കാൻ പോലീസ് വരേണ്ടി വന്നു. എന്തേ അയാൾ ആ വാഹനത്തിലുണ്ടാകാൻ സാഹചര്യം ഉണ്ടായത്? ഈ നേതാക്കളെ തടുക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത അദ്ദേഹമാണ്. ചരിത്രത്തിന്റെ ആവർത്തനമാണ്. കണ്ണിയത്ത് ഉസ്താദ് ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുലരുക തന്നെ ചെയ്യും, ഒരു തർക്കവുമില്ല. ആ മഹാനായ റഈസുൽ മുഹഖഖീന 1-ാം പ്രതിയും 2-ാം പ്രതിയുമാക്കി കേസ് കൊടുത്ത ആളുകൾ ഓർക്കണം. ആരാണ് രണ്ട് മഹത്തുക്കൾ? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രതിസന്ധി നേരിട്ടപ്പോഴൊക്കെ ഈ ഉമ്മത്തിന്റെ കാവൽ പടനായി എടക്കരയിൽ അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിനെതിരെ സംവാദം നടത്തുമ്പോ ആ മഹാനുഭാവൻ പറഞ്ഞു, മഹാന്മാരുടെ അർവാഹുകൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അവരുടെ സഹായത്തോടു കൂടിയാണ് ഞാനത് വിജയിപ്പിച്ചെടുത്തത്, അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവർക്ക് അത്ര വലിയ വിജയമുണ്ടായത് എന്ന് അദ്ദേഹം പറയുമ്പോ ആ മഹത്തുക്കളുമായിട്ടുള്ള റൂഹിയായ ബന്ധം പോലുമുള്ള ഒരു ആത്മീയ നായകൻ തന്റെ പാണ്ഡിത്യം കൊണ്ട് തന്റെ വിലായത്ത് മറച്ചു വെച്ച ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ആ ശംസുൽ ഉലമയെ പോലും ധിക്കരിക്കാൻ ഇവർക്ക് തോന്നിയല്ലോ, ആ ശംസുൽ ഉലമയെ പോലും എതിർക്കാൻ ഇവർക്ക് തോന്നിയല്ലോ. അതിന്റെ ഒക്കെ തിക്തഫലമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കാര്യം പറയാൻ കഴിയും, നമ്മൾ ഒരിക്കലും ഒരു ഉസ്താദിന്റെയും ഗുരുത്തക്കേട് വാങ്ങാൻ പോയിട്ടില്ല, ഒരു ഗുരുനാഥന്റെയും ഗുരുത്തക്കേട് വാങ്ങാൻ പോയിട്ടില്ല. നമ്മുടെ നേതാക്കൾ, നമുക്കൊപ്പം നിന്ന മഹത്തുക്കൾ, എതിർപ്പിന്റെ രൂക്ഷത അനുഭവിച്ച ആളുകൾ, ഓരോരുത്തരും മരണപ്പെട്ടു പോയ രംഗം നമ്മൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ആ മഹാന്മാരുടെ മരണം മാത്രം നോക്കിയാൽ മതി. ശംസുൽ ഉലമ കലിമ ചൊല്ലി മരിച്ചതും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇന്ന് അന്തിയുറങ്ങുന്ന പ്രദേശവും ബാനി ഹദറത്തിന്റെ കാലിന്റെ ചുവട്ടിലായതുമൊക്കെ ചിന്തിക്കണം നിങ്ങൾ. അപ്രകാരം തന്നെ ആ മക്കാമു സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ KT മാനു മുസ്ലിയാർ ഇതുപോലത്തെ ഒരു മഹാസമ്മേളനവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നവാസ് നിസാർ മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അപകടത്തിൽപ്പെട്ട് മരിച്ചവരും രോഗമായി മരിച്ചവരുമായ ഒരുപാട് സുഹൃത്തുക്കൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ചെറുകുളം മത്ലു പൈസ അടക്കമുള്ള നമ്മുടെ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ പ്രവർത്തകർ, അവർക്കൊക്കെ പടച്ചിറപ്പ് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഈ പ്രാർത്ഥനയാണ് നമുക്ക് ലഭ്യമാക്കാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം. ഇത്രയും ആളുകൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കണ്ടോ, ആ മഗ്രിബ് നമസ്കാരത്തോടനുബന്ധിച്ച് നടന്ന ആ ഒരൊറ്റ മയ്യിത്ത് നിസ്കാരം പോരെ അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് മനസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ ഈ സഹോദരങ്ങൾ നവാസ് സാറിനോട് കാണിച്ച ആ ഒരു ബന്ധമുണ്ടല്ലോ, കാപ്പട്യമില്ലാത്ത ഈ പ്രവർത്തനം, ആ പ്രവർത്തനമാണ് സമത്വം. നമ്മളെ ഈ ആത്മീയ കടപ്പാടാണ് സമത്വം നമുക്കുണ്ടാക്കി തന്ന സന്ദേശം. അത് നമുക്ക് എവിടെയും അടിയറ വെക്കാതെ മുറുകെ പിടിക്കണം. അതാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. ആ ചിന്തയോട് കൂടിയായിരിക്കണം നമ്മൾ സമർക്കത്തിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. ഞാൻ ദീർഘിപ്പിച്ചാൽ ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന ഒറ്റ കാരണത്താൽ ഞാൻ അവസാനമായി പറയാനുള്ളത്, ദുർവീകരണം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ സമൂഹത്തിൽ വിഭാഗീയത ഇനിയും ഉണ്ടാക്കാതെ മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചും ഭദ്രതയെ കുറിച്ചും ഒന്ന് ചിന്തിച്ച് പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വമാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ഈ ഊർജ്ജസ്വലത നൽകിയത് എന്ന തിരിച്ചറിവോടുകൂടി ഒന്ന് തിരിച്ചു വന്നെങ്കിൽ, ഒന്ന് ഒരുമിച്ചെങ്കിൽ, അതാണ് ഈ സമൂഹത്തോട്
പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എന്നും സമത്വ കേരള ജംഇയ്യത്തുമൊക്കൊപ്പം നിന്നിട്ടുള്ളവരാണ് അവർ. 968 പൂക്കോയത്തങ്ങൾ സുന്നി യുവജന സംഘത്തെ നയിച്ചു. ബാബഗീതങ്ങൾ 973 നിന്ന് 1973 SSFന്റെ പ്രസിഡന്റായി ഹൈദരലി ശിഹാബ് 1973 SSFന്റെ നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹം മാറി. ഇന്ന് അദ്ദേഹം 980 മുതൽ മലപ്പുറം ജില്ലാ SYSന്റെ പ്രസിഡന്റും ഇപ്പോൾ പ്രവർത്തനമായി നേതൃരംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്ത് സമത്വക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ ഉപാധ്യക്ഷനാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ സംഘടനയെ വളർത്തി. അബ്ബാസ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് നയിക്കുന്നു. ആ കുടുംബം മുഴുവൻ സമത്വക്കൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം, പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ നേതൃത്വവും തണലും ഏത് സംഘത്തിനൊപ്പമാണോ അവരാണ് കേരളത്തിലെ മത നേതൃത്വത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നത്. പാണക്കാട് കുടുംബമാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ സെക്രട്ടേറിയറ്റ് എന്ന തിരിച്ചറിവോടുകൂടി ആ നേതൃത്വത്തെ തുടക്കം മുതലേ ധിക്കരിച്ച ആളുകൾ എന്ത് തന്നെ ജാടകൾ കാണിച്ചാലും എന്ത് സാമ്പത്തികം ഒടുക്കിയാലും ശരി, സയ്യിദ് കുടുംബത്തോടും അവർ അംഗീകരിക്കുന്ന സമത്വ നായകന്മാരോടുമുള്ള കമ്മിറ്റ്മെന്റ് ഈ മുസ്ലിം ഉമ്മത്തിന്റെ മാനസാന്തരത്തിലുള്ള കാലത്തോളം ഈ ഉമ്മത്തിനെ ാക്കുവാനും ഭിന്നിപ്പിക്കുവാനും ആര് ശ്രമിച്ചാലും ശരി, എതിർക്കുവാനും ആത്മീയത നിർത്തുവാനും പാറ പോലെ സമത്വക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു പുതുതലമുറ സമർക്കന്തിൽ നിന്ന് ആവേശം കൊണ്ട് ഗ്രാമത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നൊരു സന്ദേശം ഈ വിഭാഗത്തിന് കൈമാറിക്കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.